ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടതും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതും മലയാളിയായ തോംസൺ ഫിലിപ്പിന് ഇനിയും വിശ്വസിക്കാനായിട്ടില്ല. ആ ഭക്ഷണമേശ മുതൽ അദ്ദേഹത്തിന്റെ ജീവിതം പുതിയൊരു വഴിയിലായി. 2015 ഇൻഫർമേഷൻ ടെക്നോളജിയോടൊപ്പം എലോയ്റ്റ് ഫൗണ്ടേഷൻ എന്നൊരു സ്ഥാപനത്തിനും തോംസൺ തുടക്കമിട്ടിരുന്നു. 2022 ഒക്ടോബറിൽ ഡിജിറ്റൽ ബൈബിൾ ആപ്ലിക്കേഷൻ അദ്ദേഹം തുടക്കമിട്ടു. കത്തോലിക്ക സമ്പൂർണ്ണ ബൈബിൾ 36 ഭാഷകളിൽ ടെക്സ്റ്റ്, ഓഡിയോ ഫോർമാറ്റിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തന്റെ ജീവിതാനുഭവങ്ങളും വഴികളും സൺഡേ ശാലോം ഓൺലൈനിനോട് വിശദീകരിക്കുന്നു. എൻ്റെ പേര് തോംസൺ ഫിലിപ്പ്. എൻ്റെ സ്വദേശം കാഞ്ഞിരപ്പള്ളി. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനാണ്. ഞാൻ 2010 ന്യൂസിലൻഡിൽ പോയി. അതിനുശേഷം അവിടെ പഠിച്ചു, ജോലി ചെയ്തു. 2013 ഞാൻ വേൾഡ് യൂത്തിലേക്ക് പോയി. 2013 വേൾഡ് യൂത്തിലേക്ക് പോയി. അത് ഞാൻ ന്യൂസിലൻഡിനെ റെപ്രസെൻ്റ് ചെയ്താണ് പോയത്. ഓക്ലൻഡ് ഡയസിസിൽ നിന്നാണ് ഞാൻ പോകാൻ എനിക്കൊരു അവസരം ലഭിച്ചത്. അവിടെ സാധാരണ എല്ലാവരും പോകുന്നത് പോലെ ഞാനൊരു വോളണ്ടിയർ ആയിട്ടാണ് പോയത്. കൂടുതൽ ഒത്തിരി 60,000-ഓളം വോളണ്ടിയർമാരുണ്ടായിരുന്നു ബ്രസീലിൽ വെച്ച് നടന്ന വേൾഡ് യൂത്തിലേക്ക്. അവിടെ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയെന്നും പിന്നെ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിൽക്കുകയെന്നും ഒക്കെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു കിട്ടിയത്. പിന്നെ ക്രൗഡിനെ മാനേജ് ചെയ്യുക എന്നൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ വോളണ്ടിയർ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 5 ദിവസം മുമ്പ് തന്നെ, വേൾഡ് യൂത്തിൻ്റെ ഒരു 5 ദിവസം മുമ്പ് തന്നെ നമ്മളവിടെ ചേരണം. നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് എനിക്ക് ഒരു ഇമെയിൽ കിട്ടുന്നത്. ഇമെയിലിൽ പറഞ്ഞതാണ്, തോംസൺ, യു ആർ ഇൻവൈറ്റഡ് ടു ഹാവ് ലഞ്ച് വിത്ത് ദ ഹോളി ഫാദർ പോപ്പ് ഫ്രാൻസിസ്. ഇഫ് യു ആർ അവൈലബിൾ പ്ലീസ് കൺഫേം. അങ്ങനെയായിരുന്നു ആ ഒരു മെയിലിൻ്റെ ഒരു സാരാംശം. അപ്പം പേര് തോമസ് എന്നായതുകൊണ്ടും ഇങ്ങനെയൊക്കെ ഒത്തിരി സ്പാമുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കാറുള്ളതുകൊണ്ട് ഞാൻ അതിനൊന്നും വിശ്വസിച്ചില്ല. പിന്നെ ഞാൻ ആ ഇമെയിലിൻ്റെ ഉറവിടവും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അതെനിക്ക് സത്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു അവസരം വന്നത്. അപ്പോൾ ഈ ഇമെയിൽ വന്നപ്പോഴും എനിക്ക് അറിയത്തില്ല എത്ര പേരുണ്ടാവും. ഞാൻ വിചാരിച്ചു ഒരു 2000 പേരൊക്കെ ഉള്ള ഒരു വലിയൊരു ഓഡിറ്റോറിയത്തിലൊക്കെ ആയിരിക്കും ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പം ജൂലൈ 26 ആയിരുന്നു ഈ ലഞ്ച് ക്രമീകരിച്ചിരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്നു. അവിടെ കുറേ സെക്യൂരിറ്റി ചെക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒരു മുറിയിലോട്ട് ഞങ്ങൾ ചെല്ലുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ആകെ 12 പേരേ ഉള്ളൂ. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 12 പേരെയാണ് മാർപ്പാപ്പ ഈ ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾക്കിത് മനസ്സിലാകുന്നത്. അപ്പോഴാണ് ഇത് ഇത്രയും സീരിയസ് ആണ്, ഇത്രയും ഇൻറ്റിമേറ്റ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാകുന്നത്. കുറച്ച് കഴിഞ്ഞ് അവിടുത്തെ ബ്രസീലിലെ ആർച്ച് ബിഷപ്പ് വന്ന് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. ആർച്ച് ബിഷപ്പ് സ്പാനിഷിലും പോർച്ചുഗീസിലുമാണ് എല്ലാം സംസാരിക്കുന്നത്. എനിക്ക് ഈ 2 ഭാഷയും മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ പോയി ചോദിച്ചു, ഞാൻ എവിടെ ഇരിക്കണ്ടേ? ഞാൻ ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്. ആർച്ച് ബിഷപ്പ് അതൊന്നും മനസ്സിലായില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ പുള്ളിക്ക് മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. ആർച്ച് ബിഷപ്പ് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കയ്യെ പിടിച്ചിട്ട് ആ ടേബിളിൻ്റെ ഇങ്ങേയറ്റത്തൊരു ചെയറിൽ കൊണ്ടിരുത്തി, നീ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. സോ അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ ടേബിളിന് 2 അറ്റമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ വന്ന് എവിടെ ഇരിക്കുന്നതെന്നുള്ളത് അറിയത്തില്ല. ഒന്നെങ്കിൽ ഞാൻ തൊട്ടടുത്താകും, അല്ലെങ്കിൽ ഏറ്റവും ദൂരെയാകും. പിന്നെയുള്ള എൻ്റെ പ്രാർത്ഥന മുഴുവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തൊട്ടടുത്തുള്ള ചെയറിൽ വന്ന് ഇരിക്കണം എന്നുള്ളതായിരുന്നു. ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ റൂമിലോട്ട് വന്നു. ആ വരുന്ന കാഴ്ച തന്നെ ഒത്തിരി നമ്മളെ ചിന്തിപ്പിക്കുന്നതും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നതായിരുന്നു. ഒരു വലിയ ഒരു ആൾക്കാരുടെ കൂടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നത്. പക്ഷേ സ്വന്തം ബാഗ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വന്നത്. ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു മാർപ്പാപ്പയുടെ കയ്യിൽ. അത് മാർപ്പാപ്പ തന്നെയാണ് അത് പിടിച്ചത്. റൂമിൽ വന്ന് കയറി ആ സൈഡിലൊരു ടേബിളിൽ കൊണ്ട മാർപ്പാപ്പ തന്നെ അത് വെച്ചു. എന്നിട്ടാണ് ഞങ്ങളെ എല്ലാവരെയും വന്ന് ഗ്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വന്ന് ഗ്രീറ്റ് ചെയ്തത് തന്നെയാണ്. ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ന്യൂസിലൻഡിൽ നിന്നാണ്, ഞാൻ പേര് തോംസൺ ഫിലിപ്പ് എന്നാണ് എന്നുള്ളതെല്ലാം പറഞ്ഞു. അപ്പം മാർപ്പാപ്പ അതിനുശേഷം എല്ലാവരെയും ഗ്രീറ്റ് ചെയ്ത് എൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ചെയറിൽ വന്ന് അവിടെ ഇരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒരു പ്രാർത്ഥന ചൊല്ലി. അതിനുശേഷമാണ് ഭക്ഷണം വിളമ്പാനായിട്ട് സിസ്റ്റർമാരായിരുന്നു ഭക്ഷണം വിളമ്പി തരുന്നത്. അപ്പോൾ അവരാണ് പിന്നെ ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയത്. അതിനുശേഷം ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം ആ ഒരു കോൺവെർസേഷന് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മാർപ്പാപ്പ പറഞ്ഞു തന്നു. ഞങ്ങൾക്കും എല്ലാവർക്കും തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളോട് ഒരു 4 ചോദ്യങ്ങളോളം ചോദിച്ചു മാർപ്പാപ്പ. ആ ചോദ്യങ്ങൾ ഞങ്ങളെ ഒത്തിരി ചിന്തിപ്പിച്ചു, ഞങ്ങളെ ഒത്തിരി കരയിപ്പിച്ചു. ആ ചോദ്യങ്ങൾ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആൾക്കാർ ഇതേ സമയത്ത് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പട്ടിണിയാൽ കഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്നു? ഈ ചോദ്യം ചോദിച്ചിട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണിലോട്ട് ഇങ്ങനെ മാർപ്പാപ്പ നോക്കും. ഏകദേശം ഒരു 5 മിനിറ്റ് ഇങ്ങനെ നോക്കിയിരിക്കും. ഞങ്ങൾക്ക് ആർക്കും ഒരു ഉത്തരം കൊടുക്കാനില്ല. അതിനുശേഷം അടുത്ത ചോദ്യം: നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നല്ല ആരോഗ്യമുള്ളത്?
ഇപ്പോൾ ഈവൻ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും പല ഡെഡ്ലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസുകൾ, അസുഖങ്ങൾ ആയിട്ടാണ് ജനിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ല ആരോഗ്യമുണ്ട്? ഇതും ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ മുഖത്തോട്ട് നോക്കിയിരിക്കും. ഞങ്ങൾക്ക് ആർക്കും ഉത്തരം കൊടുക്കാനില്ല. മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നല്ല വിദ്യാഭ്യാസം ഉള്ളത്? ഇപ്പോഴും എഴുതാനും വായിക്കാനും അറിയാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഈ ലോകത്തിലുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട്? നാലാമത്തെ ചോദ്യം, നിങ്ങൾക്ക് എന്തുകൊണ്ട് ലോകത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്? ടിക്കറ്റ് എടുത്ത് ഇവിടെ വരാൻ പറ്റി, നല്ല വിദ്യാഭ്യാസം, നല്ല സൗകര്യങ്ങൾ, വീട്, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ കോടിക്കണക്കിന് ആൾക്കാർക്ക് ദാരിദ്ര്യമല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്കിതെല്ലാം ഉണ്ട്? അപ്പോൾ ഞങ്ങൾക്ക് ഈ ചോദ്യങ്ങളോട് എത്ര 4 ചോദ്യങ്ങൾ ചോദിച്ചു, ഏകദേശം ഒരു 15-20 മിനിറ്റ് എടുത്ത് മാർപ്പാപ്പ ഈ 4 ചോദ്യങ്ങൾ ചോദിച്ചു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണിലോട്ട് ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കും. ആർക്കെങ്കിലും ഉത്തരം തരാനുണ്ടോ? ഞങ്ങൾക്ക് ആർക്കും ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. എന്തുത്തരമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ അവസാനം മാർപ്പാപ്പ പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ ഇതിൻ്റെ ഉത്തരം ഇപ്പം തരണ്ട, നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ എൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, യേശുക്രിസ്തു നിങ്ങളെ ഒത്തിരി വളരെ സ്പെഷ്യലായിട്ട് സ്നേഹിക്കുന്നു. വളരെ സ്പെഷ്യലായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ ആ സ്പെഷ്യലിന് കുറേ സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്. വളരെ സ്പെഷ്യലായിട്ട് സ്നേഹിക്കുന്ന യേശുക്രിസ്തു നിങ്ങൾക്ക് ഒത്തിരി സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് തന്നിട്ടുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 25-35 തൊട്ടുള്ള വാക്യങ്ങളിലാണ്. ഇതിൻ്റെ അകത്താണ് അതിൻ്റെ ഉത്തരവുള്ളത്. ലഞ്ചിന് ശേഷം, ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ലഞ്ചിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും മാർപ്പാപ്പ ഗിഫ്റ്റ് തന്നു. ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും 1-2 മിനിറ്റോളം മാർപ്പാപ്പയായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. ആ സംസാരിക്കുന്ന സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ എനിക്ക് തന്ന ഒരു മെസ്സേജ്, ടു സ്പ്രെഡ് ദി ലവ് ആൻഡ് ഹോപ്പ് ഓഫ് ക്രൈസ്റ്റ് ടു യങ് പീപ്പിൾ. ദൈവത്തിൻ്റെ സ്നേഹവും പ്രത്യാശയും ചെറുപ്പക്കാർക്ക് കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് തന്നത്. ഓൾറെഡി നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ 4 ചോദ്യങ്ങളിൽ ആകെ നമ്മൾ വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതിനോട് നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജും കൂടെ ലഭിച്ചു. അതിനുശേഷം ഞാൻ ന്യൂസിലൻഡിൽ തിരിച്ചുപോയി അവിടെ ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഇടവക പള്ളിയിലും രൂപതയിലും അവിടുത്തെ പിതാവ് ആർച്ച് ബിഷപ്പ് എന്നോട് എല്ലാ രൂപതകളിലും പോയി ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മെസ്സേജ് അവിടുത്തെ യൂത്തിന് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മിക്കവാറും എല്ലാ രൂപതകളിലും പോയി, എല്ലാ ഇടവകളിലും പോയി ഈ മെസ്സേജ് ഷെയർ ചെയ്യും. അതിനുശേഷം അവിടെ ഒരു വലിയൊരു യൂത്ത് കോൺഫറൻസ് ഒക്കെ, ന്യൂസിലൻഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വലിയൊരു യൂത്ത് കോൺഫറൻസ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തു, യു ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ പേരിട്ട്. അപ്പം അതിനുശേഷം ഈ മാർപ്പാപ്പ തന്ന ആ ഒരു മെസ്സേജ്, കൂടുതൽ ദൈവത്തിൻ്റെ സ്നേഹവും പ്രത്യാശയും ചെറുപ്പക്കാർക്ക് കൊടുക്കുക എന്നുള്ളൊരു സന്ദേശം, അത് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ച് എന്താണ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ ഞാൻ ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നു. ഇന്ത്യയിൽ തിരിച്ചു വന്നു ഇവിടെ എലോയിറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ ടോക്ക് സേഫ് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും ഗൈഡൻസും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോയി നമ്മൾ കുട്ടികൾക്ക് കൗൺസിലിങ്ങും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു, അവരുടെ ദൈവത്തിൻ്റെ സ്നേഹവും പ്രത്യാശയും. അപ്പം ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒരു സ്കൂളിലെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ ഒത്തിരി വാർത്തകൾ കാണുന്നു, കുട്ടികൾ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ അഡിക്ഷൻസിലോട്ട് പോകുന്നു, ബാഡ് ഹാബിറ്റ്സിലോട്ട് പോകുന്നു, ഡിപ്രഷനിലോട്ട് പോകുന്നു. അപ്പം ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹവും പ്രത്യാശയും ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് സ്കൂളുകളിലൊക്കെ അവിടെ പോയി അവരോട് സംസാരിക്കുന്നു, നമ്മുടെ കൗൺസിലിംഗ് ടീമിലുള്ള ആൾക്കാർ പോയി സംസാരിക്കുന്നു, അവർക്ക് ഒരു ഹോപ്പ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു കൗൺസിലിങ്ങിലൂടെ. അപ്പോൾ ഒത്തിരി അഡിക്ഷൻസിന് അടിമപ്പെട്ട പിള്ളേരും ഡിപ്രഷനിലുള്ള പിള്ളേരെല്ലാം നമുക്ക് സഹായിക്കാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ ന്യൂസിലൻഡിൽ നിന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്ന സേവിങ്സ് ഒക്കെ ഏകദേശം കഴിയാറായി. അങ്ങനെയാണ് എലോയിറ്റ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഇതിനെ ഫണ്ട് ചെയ്യാനായിട്ട്. അപ്പം അത് ഞങ്ങളൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. അതിലൂടെ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തത് അക്രഡിറ്റേഷൻസും ഒക്കെ, സ്കൂളുകളുടെയും കോളേജുകളുടെയും യൂണിവേഴ്സിറ്റിയുടെയൊക്കെ അക്രഡിറ്റേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളാണ് ചെയ്തത്. ഞാൻ ന്യൂസിലൻഡ് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അക്രഡിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, ഹോസ്പിറ്റലുകൾ, ഇങ്ങനെയുള്ള വലിയ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമ്പനികൾ, ഇവരുടെ എല്ലാം ക്വാളിറ്റി ഓഡിറ്റ് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക, സർട്ടിഫൈ ചെയ്യുക എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെയും അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളൊക്കെ വന്നപ്പം അതിനെയൊക്കെ സ്കൂളുകളെയും കോളേജുകളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർസാണ് ഞങ്ങൾ ആദ്യമേ ഡിസൈൻ ചെയ്തത്. അത് ദൈവത്തിൻ്റെ കൃപയാൽ ഒത്തിരി ഞങ്ങൾക്കത് സെല് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ മേഖലയിലോട്ട് വന്നു. എഡിസാപ്പ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. എഡിസാപ്പ് ഒത്തിരി സ്കൂളുകൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും, ഇപ്പം വിദേശത്തൊക്കെ ഒത്തിരി സ്കൂളുകൾ നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്.
അവരുടെ കംപ്ലീറ്റ് ഓട്ടോമേഷന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. സ്കൂളുകൾക്കുള്ള മൊബൈൽ ആപ്സ്, വെബ്സൈറ്റ്, അവരുടെ സോഫ്റ്റ്വെയറുകൾ, കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ഈശോ നല്ലൊരു റവന്യൂ നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് എൻ്റെ ഒരു ക്ലയൻ്റ് ആയിരുന്നു ഫാദർ ജോസൂട്ടി അച്ഛൻ. നാഗാലാൻഡിൽ ആയിരുന്നു ഫാദർ ജോസൂട്ടി, സലേഷ്യനായിട്ടുള്ള ഫാദർ ജോസൂട്ടി മടത്തിപ്പറമ്പിൽ അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്കൂളുകളിൽ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ എടുത്തു. അതിനുശേഷം അച്ഛൻ കോവിഡൊക്കെ കഴിയുന്ന സമയമായപ്പോഴത്തേനും എന്നെ കാണാൻ വന്നു, കൊച്ചി ഓഫീസിൽ വന്നു. അച്ഛൻ ഒരാഗ്രഹമായിട്ടാണ് വന്നത്. അച്ഛനൊരു ബൈബിൾ ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നിഷി ഭാഷയിൽ, അരുണാചൽ പ്രദേശിലെ നിഷി ഭാഷയിലുള്ള ബൈബിൾ അച്ഛൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് അച്ഛന് ഒരു ആപ്പ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അച്ഛൻ ചോദിച്ചു. അതിൻ്റെ എത്ര കോസ്റ്റ് ആകുമെന്നാണ് അച്ഛൻ ചോദിച്ചു വന്നത്. അപ്പം ഞാൻ പറഞ്ഞ അച്ഛൻ ഈശോയ്ക്ക് വേണ്ടിയുള്ള കാര്യമല്ല, അതിൻ്റെ ഒരു കോസ്റ്റ് ഒന്നും ആകത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഒരു ആപ്പ് അച്ഛന് വേണ്ടി ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഈ ആപ്പിൻ്റെ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അരുണാചൽ പ്രദേശിലേക്ക് ഒന്ന് പോകാൻ പറ്റി. അപ്പോൾ അവിടെ ഈ ആപ്പ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഒരിക്കൽ അവിടെ കുർബാനയ്ക്ക് പോയതിന് ശേഷം ഞങ്ങൾ അച്ഛൻ അവിടെ ഈ ഓഡിയോ ഒക്കെ ആൾക്കാർക്ക് പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്ന സമയത്ത് ആൾക്കാരുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ, ഓരോ വചനത്തിന് ശേഷവും ഈശോ എന്നൊക്കെ പറയുന്ന ആ ഭാഗത്തിന് ശേഷം ആൾക്കാർ ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡൊക്കെ പറഞ്ഞു കേട്ടപ്പം അവരുടെ ഭാഷയിൽ അവർ ആദ്യമായിട്ട് ആ വചനമൊക്കെ അത്രയും ഉറക്കെ പ്ലേ ചെയ്ത് കേൾക്കുന്നത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേനും ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നമുക്കിത് ഒരു ഭാഷയായിട്ട് നമുക്ക് നിർത്തേണ്ടത്, നമുക്ക് ലോകത്തിലുള്ള എല്ലാ ഭാഷകളും നമുക്ക് കൊണ്ടുവരുന്ന ഒരു ആപ്പായിട്ട് നമുക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾ അതിനുവേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങുകയും എല്ലാം ചെയ്തത്. ആദ്യമേ ഞങ്ങൾ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ടി ഒരു ആപ്പ് ഉണ്ടാക്കി ഒരു ഭാഷയിലെ കാര്യം ചെയ്യാനായിട്ടുള്ളത്. പിന്നെയാണ് ഞങ്ങൾ അതിനുവേണ്ടി കൂടുതലായിട്ട് പരിശ്രമിച്ച് നല്ല ഒരു സിസ്റ്റം ഞങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ബൈബിൾ ഓൺ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എലോയിറ്റ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവാൻ എന്ന ഈശോയുടെ ആ വചനത്തിൽ അടിസ്ഥാനമാക്കി ഇന്നത്തെ കാലത്തിനനുസൃതമായിട്ട് ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട്, സുവിശേഷം എത്തിക്കുവാനായിട്ട് കാലത്തിനനുസൃതമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ബൈബിൾ ഓൺ ആപ്ലിക്കേഷൻ. എലോയിറ്റ് എന്ന കമ്പനിയിൽ എല്ലാവരും ഈശോയുടെ ആ ഒരു വചനം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് പൂർണ്ണമായിട്ടും ഞങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ഫ്രം ഹോം എടുത്തുകൊണ്ട് തന്നെ ഒത്തിരി പേരുകൾ, ഒരു ഏകദേശം 80ഓളം ആൾക്കാർ ഈ മൊബൈൽ ആപ്ലിക്കേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ വചനം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനായിട്ടും, ഒരു ജ്ഞാനമില്ലെങ്കിലും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ അറിയത്തില്ലാത്തവർക്ക് മറ്റുള്ളവർക്ക് വചനം പ്രഘോഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ വചനം ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട്, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ കിടന്നുറങ്ങുമ്പോൾ വചനം കേട്ടുകൊണ്ട് ഉറങ്ങുവാനായിട്ടും വചനം കേട്ടുകൊണ്ട് ഉണരുവാനായിട്ടും, കാറിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ വചനത്തോട് ചേർന്നുകൊണ്ട് യാത്ര ചെയ്യുവാനായിട്ട് സഹായിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ബൈബിൾ ഓൺ ആപ്ലിക്കേഷൻ. നമ്മുടെ ബൈബിൾ ഓൺ ആപ്ലിക്കേഷനിൽ ഓണായി കഴിയുമ്പോഴത്തേനും ആദ്യമേ തന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് വരും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഭാഷ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇവിടെ മലയാളം സെലക്ട് ചെയ്തു. മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനിത് മൊബൈലിൽ നോക്കി തന്നെയാണ് ഒത്തിരി നേരം വായിക്കുന്നതെങ്കിൽ എൻ്റെ കണ്ണിന് അതൊരു പ്രശ്നമാകും. കാരണം ബ്ലൂറേ ലൈറ്റ് എൻ്റെ കണ്ണിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഡാർക്ക് മോഡിൽ പോകാം, അല്ലെങ്കിൽ ലൈറ്റ് മോഡിൽ പോകാം. അപ്പോൾ ഡാർക്ക് മോഡിൽ വെച്ച് എനിക്ക് കൂടുതൽ നേരം ഫോൺ ഉപയോഗിച്ച് വായിക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ നെറ്റ് കിട്ടുകയില്ലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കിത് വായിക്കുകയും കേൾക്കുകയും ചെയ്യണമെങ്കിൽ ഇപ്പം ഞാനൊരു അധ്യായം എടുക്കുന്നു. അതിൽ ഇവിടെ നമുക്ക് ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ ഡൗൺലോഡ് ആകുന്ന നമുക്ക് കാണാൻ പറ്റും. ഓരോ അധ്യായങ്ങൾ ഡൗൺലോഡായി തീരുന്നതനുസരിച്ച് ഇവിടെ കിടന്നോളും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഈ ഒരു നെറ്റ് ഓഫ് ആകുന്ന സമയത്താണെങ്കിലും ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെറ്റ് ഓഫ് ആകുന്ന സമയത്ത് എനിക്കിത് പ്ലേ ചെയ്യാനായിട്ടും വായിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഈ സൗണ്ട് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് സൗണ്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം, എന്ത് ചെയ്യണം? സൗണ്ട് കേട്ടോണ്ടിരിക്കണമെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതിപ്പോൾ ഇവിടെ ഡൗൺലോഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ ഒരു അധ്യായം എടുക്കുന്നു. ഞാനിപ്പോൾ എടുക്കുന്നത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം എടുത്തു.
അവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. ഈ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ജസ്റ്റ് ആ ഒരു പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യാൻ തുടങ്ങും. ഇനി ഇവിടെ ഓട്ടോ പ്ലേ ഇപ്പോൾ ഓഫാണ്. അതായത് ഞാനിപ്പം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഞാൻ രാത്രി കിടന്ന് ഉറങ്ങാൻ പോകുമ്പോൾ ഞാനിത് വെച്ചുകൊണ്ട് കിടക്കുക. എനിക്ക് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇതവിടെ പ്ലേ ചെയ്യണം. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോഴും എനിക്കിത് കേട്ടോണ്ട് തന്നെ ഇരിക്കണമെങ്കിൽ ഇവിടെ ഓട്ടോ പ്ലേ എന്നുള്ളത് ഞാൻ അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഇനി നിർത്തുന്നിടം വരെ ഇതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കും. അൺലിമിറ്റഡ് എന്നുള്ള ഓപ്ഷൻ. അതല്ല, എനിക്കിപ്പം ഉറങ്ങുന്ന ഒരു സമയം വരെ മാത്രം മതി. അപ്പം ഞാൻ ഒരു അരമണിക്കൂറിനുള്ളിൽ ഉറങ്ങുമെങ്കിൽ എനിക്കിവിടെ 30 മിനിറ്റ് എന്നുള്ള സമയം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ അരമണിക്കൂർ ഞാനിത് കേട്ടോണ്ടേ ഇരിക്കും. എന്നിട്ട് ഞാൻ ഉറങ്ങി പോകുമ്പോഴത്തേനും ഇത് തന്നെ ഓഫാകും, ഫോണും ഓഫാകും. ഫോണിൻ്റെ ചാർജ് പിന്നെ ഒന്ന് പോവുകയാണ്. എനിക്ക് ചാർജ് ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ രാവിലെ വരെ ഇത് കേട്ടോണ്ടിരിക്കും. ഇനി ഇടയ്ക്ക് ഞാൻ എഴുന്നേൽക്കുവാണെങ്കിലും വചനം കേട്ടോണ്ട് തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. ബൈബിള് ആദ്യമേ എഴുതപ്പെട്ടിരിക്കുന്നത് അറമായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലുമാണ്. അവിടുന്നാണ് അത് പല ഭാഷകളിലേക്ക് തർജിമ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ തർജിമകൾ ചെയ്തിരിക്കുന്നത് പഠിച്ച് നല്ല ജ്ഞാനമുള്ള ആൾക്കാർ, ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ മലയാളത്തിലേക്കുള്ള തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നത് POC ആണ്. POCയുടേതാണ് കാത്തലിക് അല്ലെങ്കിൽ കാത്തലിക് വേർഷനായിട്ട് വരുന്നത് POCയുടെ വേർഷനാണ്. ഇംഗ്ലീഷിൽ നമുക്ക് നമ്മുടെ ആപ്പിൽ ഇപ്പം 3 വേർഷൻസ് ഉണ്ട്. അതൊന്നും ഞങ്ങൾ തർജ്ജമ ചെയ്തിരിക്കുന്ന അല്ല. NRSV കാത്തലിക് വേർഷൻ, NRSVയുടെ കാത്തലിക് വേർഷൻ, അതുപോലെ തന്നെ ESV വേർഷൻ, ഇംഗ്ലീഷിൻ്റെ തന്നെ ഒരു പഴയ വേർഷനായിട്ടുള്ള ദൊയേറിയൂംസ്, ഇങ്ങനെ 3 വേർഷൻസാണ് നമ്മുടെ മൊബൈൽ ആപ്പിലുള്ളത്. ഇനി നമ്മുടെ നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ പോകുമ്പോഴത്തേനും അവിടെ ലിപികളില്ലാത്ത ഒത്തിരിയേറെ ഭാഷകളുണ്ട്. ആ ഭാഷകളിലൊക്കെ നമുക്കിപ്പം ബൈബിൾ അവൈലബിൾ ആണ്, ബൈബിൾ ഉണ്ടാകും. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അതാത് ഏരിയകളിലെ അവിടുത്തെ രൂപതകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ബൈബിൾ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവിടുത്തെ വൈദികരാണ് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും ഞങ്ങൾ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ ഓഫീസിൽ നിന്ന് തർജ്ജിമ ചെയ്യുന്നതല്ല. ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു രൂപത അവർ തർജ്ജിമ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഒഫീഷ്യലി റിക്വസ്റ്റ് ചെയ്ത് അവരുടെ അടുത്തുനിന്ന് മേടിച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഒരു ബൈബിൾ ഓൺ ആപ്ലിക്കേഷൻ. ഈ ബൈബിൾ ഓൺ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വലിയൊരു പ്രത്യേക സെപ്പറേറ്റ് ടീമൊന്നും ഇല്ലായിരുന്നു തുടക്കത്തിൽ. ഞങ്ങളുടെ തന്നെ സോഫ്റ്റ്വെയർസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഞങ്ങളുടെ തന്നെ ആൾക്കാർ, നമ്മുടെ എലോയിറ്റ് ഇന്നോവേഷൻസിൻ്റെ ടീമിലുള്ള ആൾക്കാർ തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈശോ അതിനുവേണ്ടി എല്ലാം നേരത്തെ തന്നെ ക്രമീകരിച്ച് ഇവിടെ കൊണ്ടുവച്ച ആൾക്കാർ തന്നെയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് മനസ്സിലായി വരുന്നത് ഈശോയുടെ ആ സമയമാകുമ്പോഴല്ലേ നമുക്കത് ഈശോ നമുക്ക് മനസ്സിലാക്കി തരുള്ളൂ. ഇതിനുള്ള ആൾക്കാരെല്ലാം ഈശോ നമ്മുടെ കമ്പനിയിൽ എലോയിറ്റ് ഇന്നോവേഷൻസിൽ ഞാൻ ഉൾപ്പെടെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കമ്പനിയുടെ ഫൗണ്ടർ ഈശോ തന്നെയാണ്. അപ്പോൾ ഈശോ തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. 2022 വരെ എൻ്റെ വിസിറ്റിംഗ് കാർഡിലും എൻ്റെ സോഷ്യൽ മീഡിയയിലെല്ലാം ഞാൻ എലോയിറ്റിൻ്റെ ഫൗണ്ടർ എന്നുള്ള രീതിയിലാണ് പേരിട്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ പുതിയ ഓഫീസ് പണിയുന്ന കാര്യത്തിന് വേണ്ടി അപ്പം ഈശോയ്ക്കൊരു മുറി വെക്കണം എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച സമയത്ത് ആ മുറിയുടെ ഫ്രണ്ടിൽ എന്ത് എഴുതി വെക്കും? അപ്പം എൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ ഞാൻ ഫൗണ്ടർ ആൻഡ് CEO എന്ന് എഴുതും. അപ്പം ഈശോയുടെ മുറിയുടെ ഫ്രണ്ടിൽ ഞാൻ എന്ത് എഴുതി വെക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ചിന്തിച്ചു. പക്ഷേ എനിക്ക് അതിൻ്റെ ഉത്തരം അന്നേരം എനിക്ക് കിട്ടിയില്ല. ഇത് 2020 സംഭവിച്ച കാര്യമാണ്. അപ്പം 2022 ആയപ്പോഴത്തേനും ഇതിൻ്റെ ഉത്തരം എനിക്ക് ഈശോ തന്നു. ഈശോ എന്നോട് ചോദിച്ചു, നിന്നെ ആരാ ഫൗണ്ടർ ആക്കിയത്? ഐ ആം ദ ഫൗണ്ടർ. അപ്പം ഇത് ഞാൻ തുടങ്ങിയ പ്രസ്ഥാനമാണ്, നിന്നെ ഞാനിവിടെ അപ്പോയിന്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം എനിക്ക് ക്ലിയർ ഉത്തരവായി. ഞാൻ അപ്പം തന്നെ വിത്തിൻ അരമണിക്കൂറിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും പോയി എൻ്റെ ടൈറ്റിൽ ഞാൻ ഫൗണ്ടർ എന്നുള്ളത് മാറ്റി ഞാൻ co-founder എന്നാക്കി. co-founder ആൻഡ് CEO. അപ്പം ഈശോ ഫൗണ്ടറായിട്ടുള്ളൊരു കമ്പനി. അപ്പോൾ അതാണ് എലോയിറ്റ്. അപ്പോൾ ഈശോ ഫൗണ്ടറായിട്ടുള്ള ഒരു കമ്പനിയിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈശോ തന്നെയായിരിക്കും. അപ്പം ഈശോ നമുക്ക് പറഞ്ഞതനുസരിച്ച് നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്തതിൽ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കും. കാരണം ഐ ആം നോട്ട് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അവസരം തരുമ്പം അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പം ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് തന്നത് ഈശോ തന്നെയാണ് കേട്ടോ. നമ്മൾ കാലത്തെ ആധുനിക കാലമെന്നോ
പ്രാചീന കാലം നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ഈശോ സമയത്തിനും കാലത്തിനും ദൂരത്തിനും എല്ലാം അതീതനാണ്. ഇതെല്ലാം ഈശോ സൃഷ്ടിച്ചതാണ്. ഈ സമയം പോലും ഈശോ സൃഷ്ടിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈശോയുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു അവസരം തരും. ആ അവസരം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ദൈവാനുഗ്രഹമാണ്. ഈശോ നോക്കുന്നത് നമ്മുടെ കഴിവുകളോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ അവൈലബിലിറ്റിയാണ് നോക്കുന്നത്. ഞാനിപ്പം എനിക്കൊന്ന് 2020 ഞാൻ പഞ്ചാബിലെ ഒരു സ്കൂളിൽ, ഞങ്ങളുടെ ഒരു ക്ലൈൻറ്റ് സ്കൂളിൽ അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് പോയ സമയത്ത് അവിടെ പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ വെളിയിൽ എനിക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെ പുറത്തൊരു ഒരു പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗോഡ് ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ യുവർ എബിലിറ്റി, ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ യുവർ അവൈലബിലിറ്റി. എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു ചെറിയൊരു ലൈനായിരുന്നു. അതായത് ഈശോയ്ക്ക് നമ്മുടെ എബിലിറ്റി അല്ല വേണ്ടത്, ഈ എബിലിറ്റിയും കാര്യങ്ങളും എല്ലാം തരുന്ന ഈശോ തന്നെയാണ്. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന ശബ്ദം പോലും തരുന്നത് എനിക്ക് ഈശോയാണ്. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന വാക്കുകൾ പോലും തരുന്നത് എനിക്ക് ഈശോയാണ്. ഈശോ ഒന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. അപ്പോൾ ആ ഒരു ബോധ്യത്തിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് എബിലിറ്റി അല്ല ഇവിടെ പ്രധാനം, നമ്മുടെ അവൈലബിലിറ്റി, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് പ്രധാനം. അപ്പം ഈ ആറ്റിറ്റ്യൂഡ് തരുന്നതും കർത്താവാണ്. അപ്പം എനിക്കിങ്ങനെ ഒരു ഹൃദയം തന്നതും ഇങ്ങനെ ഇത് ചെയ്യാനായിട്ടുള്ള ഈ ഒരു വിളി തന്നതും ഇതിനുള്ള കഴിവ് തന്നതും ഇതിനുള്ള ഒരു മനസ്സ് തന്നതും എല്ലാം ഈശോയാണ്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബോധ്യത്തിലോട്ട് നമ്മൾ വരുമ്പോഴത്തേനും നമുക്കിതെല്ലാം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് മിസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യവും. ഇതിനുവേണ്ടിയാണ് നമ്മൾ ബൈബിളോടും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം ഞങ്ങൾ ഒത്തിരി ചെറുപ്പക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള സോഷ്യൽ ക്യാമ്പയിൻസ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് കരിയറിലും ജീവിതത്തിലൊക്കെ ദൈവവചനം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ക്യാമ്പയിൻസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ബൈബിളോൺ ആപ്പിൻ്റെ അകത്ത് ഞങ്ങൾ ഗ്രേസ് നോട്ട്സ് എന്ന് പറഞ്ഞൊരു പുതിയ ഫെസിലിറ്റി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ ഒരു വചനം അത് കണക്ട് ചെയ്യുന്ന നമ്മുടെ ജീവിത സാഹചര്യവും അതിനകത്ത് നമുക്ക് എങ്ങനെ ജീവിതത്തിൽ ഈ വചനം ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ കാലത്ത് ഇത് മിസ്സിംഗ് ആണ്. അത് എല്ലാ കാലത്തും മിസ്സിംഗ് ആയിരുന്നു, ഇപ്പോഴും മിസ്സിംഗ് ആണ്. പണ്ടത്തേതിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അറിയുന്ന ഒത്തിരി പേരെ ഈശോ എപ്പോഴും മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ബാക്കിയുള്ളവരിലോട്ട് ഇത് കൂടുതൽ എത്തിക്കുക, ദൈവത്തിൻ്റെ സ്നേഹവും പ്രത്യാശയും എല്ലാം എത്തിക്കുക എന്നുള്ളത്. അത് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് ഒത്തിരി ആത്മാക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇതാണ് എനിക്ക് മനസ്സിലാക്കിയ കാര്യം. നമ്മൾ ലോകമെങ്ങും ബൈബിൾ എത്തിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടെ തുടങ്ങിയ ഒരു ആപ്ലിക്കേഷനാണ് ബൈബിളോൺ. അതിനുവേണ്ടി നമ്മൾ ലോകത്തിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പുതിയതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി വഴിയാണ് ലോകമെങ്ങും നമ്മളിത് എത്തിക്കുന്നത്. നമ്മുടെ സെർവറുകളും കാര്യങ്ങളും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഒരേ സമയത്ത് എല്ലാ സമയത്തും യൂസ് ചെയ്യാൻ പറ്റുന്നത് പോലുള്ള ഒരു സെർവറും മൈക്രോസോഫ്റ്റ് അഷ്വർ നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ആപ്ലിക്കേഷനിലും, അതായത് ലിനക്സ്, നമ്മുടെ ആൻഡ്രോയിഡ് ആണെങ്കിലും iOS എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു ആപ്ലിക്കേഷൻസാണ് നമുക്ക് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാവർക്കും അത് എപ്പോഴും അവൈലബിൾ ആയിട്ട് ഉണ്ട്. ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വളരെ ഫാസ്റ്റായിട്ട് എല്ലാവർക്കും അതുവഴി വലിയൊരു ഉപകാരം വരുന്നത് എല്ലാവർക്കും ബൈബിളിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും എല്ലാം പുതിയ ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു ആപ്ലിക്കേഷനായിട്ടാണ് നമ്മളിത് പോകുന്നത്. നമ്മുടെ ഒരുപാട് എംപ്ലോയീസ് ഇതിനു വേണ്ടി നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അതായത് 2000 ഭാഷ ഒരേ സമയത്ത് 1 കോടി ആൾക്കാർ കേൾക്കുമ്പോഴും അതിനൊരു ലാഗിങ്ങോ അതിൻ്റെ സോഫ്റ്റ്വെയറിനൊരു പ്രശ്നമോ അതിൻ്റെ സെർവറിനൊരു ഡിലേയോ ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു ടെക്നോളജി ബിൽഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി, അതിനുവേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ ടീമിലുള്ളവരെല്ലാവരും അതിനുവേണ്ടി സഹകരിച്ചു, അതുമായിട്ട് പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി ഞങ്ങൾ ഒരുങ്ങി. അതിനുശേഷം ഞങ്ങൾ ആ സോഫ്റ്റ്വെയർ ഞങ്ങൾ ബിൽഡ് ചെയ്തു. അത് ഇപ്പം ഞങ്ങൾ ഏകദേശം 36ഓളം ഭാഷകളിൽ ഏകദേശം ഒരേ സമയത്ത് 10,000-15,000 പേരൊക്കെ ഒരേ സമയത്ത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേര് ഉപയോഗിച്ചിട്ടും അതിനൊരു പ്രശ്നമില്ല. ഞങ്ങൾ കൂടുതൽ അതിനെ ഫാസ്റ്റ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബൈബിളോൺ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ടിൽ പലരും വെച്ചൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് പരസ്യം ഇടാമല്ലോ, പരസ്യം ഇടുമ്പോൾ അതിനൊരു വരുമാനം കിട്ടും. പക്ഷേ ആ ഒരു കാഴ്ചപ്പാടിനോട് എനിക്കൊട്ടും യോജിപ്പില്ലായിരുന്നു. കാരണം ഈശോയുടെ
വചനം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ അതിനു വേണ്ടി അതിനോട് പരസ്യം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ അട്രാക്ഷൻ വചനം വായിച്ചിട്ട് അന്നേരം താഴെ ഒരു പരസ്യം കൂടെ കാണുമ്പോൾ ആ പരസ്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ പോവുകയും നമ്മളെ അതിന് ഡീവിയേറ്റ് ചെയ്ത് നമ്മളെ വേറെ റൂട്ടിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ വേറെ ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്, പരസ്യമുള്ളതും പരസ്യം വിട്ട്. ബൈബിൾ ആപ്പ് ഇഷ്ടംപോലെ ആയിരക്കണക്കിന് ബൈബിൾ ആപ്സ് ഉണ്ട്. ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്, വെബ്സൈറ്റുമായിട്ട് ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം അവർ സർവൈവ് ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാർ സർവൈവ് ചെയ്യുന്നത് ഒരു പരസ്യം കൊണ്ടാണ്. പക്ഷേ ബൈബിളോളം ഞങ്ങളെടുത്തൊരു തീരുമാനം, ഇതിൻ്റെ അകത്ത് ഒരിക്കലും പരസ്യം കൊണ്ടുവരത്തില്ല. കാരണം ആൾക്കാരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ, വചനം വായിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ പെട്ടു നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്ന സമയം ആയിരിക്കും, അല്ലെങ്കിൽ പഠിക്കാൻ ഇരിക്കുന്നതിന് മുമ്പായിരിക്കും ഒരു വചനം എടുത്ത് വായിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അവരെ അവിടുന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് വേറെ റൂട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അപ്പം വചനം വായിക്കുന്ന ആൾക്കാർ വചനം വായിക്കുക, കേൾക്കുക, അതിനുവേണ്ടിയുള്ളൊരു ആപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ഒരു റവന്യൂ മോഡൽ, ഞങ്ങൾ ഒരു രീതിയിലുള്ള ഒരു റവന്യൂ മോഡൽ ബൈബിളിനകത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് ഈശോയുടെ പ്രോഗ്രാമാണ്. ഈശോ ഫൗണ്ടറായിട്ടുള്ള കമ്പനിയെ കൊണ്ട് ഈശോ ചെയ്യിപ്പിച്ചൊരു കാര്യമാണ്. അത് ഈശോ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. ഈശോയ്ക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ ഈശോ മുമ്പോട്ട് കൊണ്ടുപോകും. അതിനുള്ള സാമ്പത്തികവും കാര്യങ്ങളെല്ലാം ഈശോ ഞങ്ങൾക്ക് ഇപ്പം തരുന്നുണ്ട്. ഞങ്ങളുടെ എലോയിറ്റ് ഇന്നോവേഷൻസ് ഈ സോഫ്റ്റ്വെയർ കമ്പനിയിലൂടെ ഈശോ ഞങ്ങൾക്ക് അതിനുള്ള പ്രൊജക്റ്റുകൾ തരുന്നുണ്ട്, അതിനുള്ള ക്ലയൻസിനെ തരുന്നുണ്ട്. അതിൻ്റെ ഒരു വീതം എടുത്താണ് ഞങ്ങളിപ്പോൾ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് എലോയിറ്റിനെക്കാട്ടിലും വലുതാകണം. ഞങ്ങളുടെ കമ്പനിയുടെ മാത്രം ഒരു വരുമാനത്തിൽ ബേസ് ചെയ്തുകൊണ്ട് ഉള്ളൊരു സോഫ്റ്റ്വെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ആപ്പായിട്ട് നിൽക്കരുത്. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് ഈശോയുടെ പദ്ധതി എന്താണോ അത് ഈശോ വെളിവാക്കി തരും. അതനുസരിച്ച് ഈശോ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകും. ഇപ്പം ഞങ്ങൾ ഇതിനെ മുമ്പോട്ട് കൊണ്ടുവന്നു. കുറച്ച് ശേഷം ചിലപ്പോൾ ഈശോ വേറെ ആൾക്കാരെ ആയിരിക്കും അത് ഏൽപ്പിക്കുന്നത്. അത് എങ്ങനെയാണ് ഈശോയ്ക്ക് അറിയത്തുള്ളൂ, അത് ഈശോ നടത്തിക്കോളും. ഞാൻ ശരിക്കും പഠിക്കാനൊക്കെ ഒരു ആവറേജ് ആയിരുന്നു കോളേജിൻ്റെ സമയത്ത് വരുമ്പോഴൊക്കെ. അതിനുശേഷം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബാംഗ്ലൂരൊക്കെയാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്. ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മദ്യപാനം തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് അവസാനം ഒരു സ്റ്റേജ്, നമുക്കൊരു അഡിക്ഷൻ പോലൊരു സ്റ്റേജിലോട്ടൊക്കെ ഞാൻ എത്തിപ്പെട്ടായിരുന്നു. അതിനുശേഷം ന്യൂസിലൻഡിൽ പോയി അവിടെയും പള്ളിയും കാര്യങ്ങളും രൂപതകളും ഒക്കെ ആയിട്ട് സഹകരിച്ചൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, പക്ഷേ ഇതിൻ്റെ കൂടെ ഇതും ഒരു നല്ല രീതിയിൽ രണ്ട് കാര്യങ്ങളും ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുന്ന ആ ഒരു ദിവസത്തിൻ്റെ തലേ ദിവസം പോലും ഞാൻ അവിടെ ബ്രസീലിലൊക്കെ പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പാർട്ടിയൊക്കെ ആഘോഷിച്ചിട്ടൊക്കെയാണ് ഇരുന്നത്. അപ്പോൾ പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂടെ ആ ഒരു ലഞ്ച് കഴിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണം വിളമ്പാനായിട്ട് സിസ്റ്റർമാരായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അവിടെ സിസ്റ്റർമാർ വന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിച്ചു ഏത് വൈനാണ് വേണ്ടതെന്ന്. അപ്പോൾ ആ മെനു ഞങ്ങൾക്ക് നേരത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ റൂമിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെല്ലാം ആർച്ച് ബിഷപ്പ് വന്ന് ഇൻസ്ട്രക്ഷനൊക്കെ തന്നു. അവിടെ മെനു ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം മെനു ഒക്കെ നോക്കി നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മൈൻഡിൽ പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല വൈൻസൊക്കെ എൻ്റെ അകത്ത് ആ മെനുവിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ആ സമയമായപ്പോഴത്തേക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയോട് വന്ന് ചോദിച്ചു ഏത് വൈനാണ് വേണ്ടതെന്ന്. അപ്പം എൻ്റെ തൊട്ടടുത്താണല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇരിക്കുന്നത്. അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു എനിക്ക് വൈൻ വേണ്ട, ജസ്റ്റ് ഗീവ് മീ സം ജ്യൂസ്, ഏതെങ്കിലും ഒരു ജ്യൂസ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം വന്ന് എന്നോട് ചോദിച്ചു ഏത് വൈനാണ് വേണ്ടതെന്ന്. അപ്പം തൊട്ടടുത്തിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വൈൻ വേണ്ട, ജ്യൂസ് മതി എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു മാർപ്പാപ്പയ്ക്ക് കൊടുക്കുന്ന സെയിം ജ്യൂസ് എനിക്കും തന്നാൽ മതി. അതിനുശേഷം അവിടെ വെച്ചൊരു അതൊരു വലിയൊരു ദൈവാനുഭവമായിരുന്നു എനിക്ക്. അതിനുശേഷം ഇന്നുവരെ എനിക്ക് മദ്യപിക്കാൻ തോന്നിയിട്ടില്ല. അതൊരു വലിയൊരു എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇപ്പം ഏകദേശം 12 കൊല്ലമായി. ഒത്തിരി ആൾക്കാരെ, ഞങ്ങളുടെ ഈ കമ്പനി വരുന്ന ഒത്തിരി ആൾക്കാരെ, അല്ലെങ്കിൽ വേറെ പുറത്ത് ഇൻട്രാക്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ ഈ ഒരു തിന്മയിൽ നിന്ന്, ഈ ഒരു ആസക്തിയിൽ നിന്ന്, ഈ ഒരു അഡിക്ഷനിൽ നിന്ന് മാറ്റിയെടുക്കുവാനായിട്ട് കർത്താവ് എന്നെ ഉപകരണമാക്കി. അപ്പം ഞാൻ എപ്പോഴും പറയും, അവരവരുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും, എനിക്ക് വിഷമം വന്നപ്പോഴാണ് ഞാൻ കുടിച്ചത്, അതുകൊണ്ടാണ് കുടിക്കുന്നത്. അപ്പോൾ എനിക്കറിയാൻ പറ്റും ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത് കൊണ്ടും ഞാനിതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടും എനിക്കിതിനെല്ലാം അവർക്ക് കൊടുക്കാൻ പറ്റിയ ഉത്തരങ്ങൾ ഈശോ തന്നിട്ടുണ്ട്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളല്ലല്ലോ, ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ആ സിറ്റുവേഷനെ അവരെ നല്ല രീതിയിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കാനായിട്ടും അവരെ അതിൻ്റെ അകത്തുനിന്ന് പിന്തിരിപ്പിക്കാനായിട്ടൊക്കെ ഈശോ എന്നെ ഇപ്പോൾ ഉപകരണമാക്കുന്നു. തകർച്ചകൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചിട്ടകൾ അഭ്യസിച്ചുവല്ലോ എന്നുള്ളൊരു വചനമുണ്ടല്ലോ. അപ്പം ഈശോ നമ്മളിതെല്ലാം പഠിപ്പിക്കുന്ന ഈ സാഹചര്യത്തിലൂടെ എല്ലാം കൊണ്ടുപോകുന്നത് അത് പിന്നെ എപ്പോഴേലും അത് ഈശോയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ ബൈബിൾ ഓൺ ആപ്പിൻ്റെ അകത്ത് നമ്മൾ ഒത്തിരി ഫീച്ചേഴ്സ് ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ
നമ്മളാൽ മനുഷ്യരാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്നത് രോഗികളായിട്ടുള്ള ആൾക്കാർ, വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ വീട്ടിലൊക്കെ തന്നെ ഇരിക്കുന്ന സമയത്തൊക്കെ വചനം അവർക്ക് വായിക്കാൻ പാടായിരിക്കും. പ്രായമായതുകൊണ്ട് കണ്ണ് കാണാൻ ഉള്ള ബുദ്ധിമുട്ട്, ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അവർ വചനം കേൾക്കുന്നു. ഇതിൻ്റെ അകത്ത് ഓട്ടോ പ്ലെയർ എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. ആ ഓട്ടോ പ്ലെയർ ഇട്ട് കഴിഞ്ഞാൽ ടൈമർ നമുക്ക് അൺലിമിറ്റഡ് ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 2 മണിക്കൂർ എനിക്ക് വചനം കേൾക്കണം, 6 മണിക്കൂർ കേൾക്കണം, 12 മണിക്കൂർ കേൾക്കണം. ഇനി അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഈ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വചനം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീട്ടിൽ ഈ ആപ്പിൻ്റെ അകത്തൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യും. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഈ ഓഫീസിലെല്ലാം വചനം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട് ബൈബിൾ ഓൺ വഴി. അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ, ഒത്തിരി വീടുകളിൽ ഇപ്പോൾ ആൾക്കാർ വചനം അവരുടെ വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി. അപ്പം ദൈവവചനം ആ മുറിയിലും ആ വീട്ടിലും എല്ലാം ഫുള്ളായിട്ട് മുഴുവനായിട്ട് അങ്ങ് വ്യാപരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, ദൈവത്തിൻ്റെ വചനം ഉള്ള സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കാരണം വചനം തന്നെയാണല്ലോ ഈശോ. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം ആ മുറിയിലും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പ്രായമുള്ള ആൾക്കാർക്ക്, രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് അവർ അതിലൂടെ വചനം കേൾക്കുന്നതിലൂടെ അവർക്ക് വലിയൊരു സന്തോഷവും സമാധാനവും കർത്താവിൻ്റെ സാന്നിധ്യവും എല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നു. പിന്നെ നമ്മൾ കണ്ടുവരുന്നത്, ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബൈബിൾ ഓൺ ആപ്പിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റ് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി തൊട്ട് 9 മണി വരെ, വൈകുന്നേരം 6 മണി തൊട്ട് 8 മണി വരെയൊക്കെയാണ് നമ്മളിതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ, അതിനെക്കുറിച്ച് എന്താണ് ഈ സമയത്ത് കൂടുതൽ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ, യാത്ര ചെയ്യുന്ന ആൾക്കാർ, ജോലിക്ക് പോകുന്ന ആൾക്കാർ, യാത്ര ചെയ്യുന്ന ആൾക്കാർ ബസ്സിലും ട്രെയിനിലും നമ്മുടെ ഈ കാർ ഓടിച്ച് പോകുന്നതും ഒക്കെ സമയത്ത് അവർ വചനം എടുത്ത്, ഇപ്പോൾ എല്ലാവർക്കും ഇയർബഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഹെഡ്ഫോൺസ് ഉണ്ട്, ഇതൊക്കെ വെച്ച് യാത്രയുടെ സമയത്ത് അവർ ആ സമയം പാഴാക്കാതെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നു. ഇനി കുഞ്ഞുങ്ങൾക്ക്, വീട്ടിലൊക്കെ കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ അവരൊക്കെ കിടത്തിയിരിക്കുന്ന സ്ഥലത്തും തൊട്ടിയുടെ സൈഡിലോ അല്ലെങ്കിൽ കെട്ടിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് ചെറിയ സൗണ്ടിൽ വചനം പ്ലേ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവൻ എൻ്റെ വീട്ടിലും അത് നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം പ്രായമുള്ളവർക്ക്, കുഞ്ഞുങ്ങൾക്ക്, യാത്ര ചെയ്യുന്നവർക്ക്, ജോലിക്കാർക്ക് എല്ലാം വചനം എപ്പോഴും ഈശോയെ കേൾക്കാനും ഈശോയുടെ വചനം കേൾക്കാനൊക്കെ ആയിട്ട് വലിയൊരു അവസരമാണ് ഈ ആപ്പ് നമുക്ക് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിനകത്തുള്ളൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റുവേഷണൽ വേഴ്സസ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഞങ്ങൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്തു. സിറ്റുവേഷണൽ വേഴ്സസ്, ഓരോ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള വചനങ്ങൾ നമുക്ക് തന്നേക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ്. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഈശോയിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ്, ഒരു ടൂളാണ് ഈശോയുടെ വചനം. അത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ഓരോ സാഹചര്യം വരുമ്പോൾ നമുക്ക് ആ ഓരോ അതിനോടനുബന്ധിച്ചുള്ള വചനങ്ങൾ എടുത്ത് അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അത് ധ്യാനിക്കുമ്പോൾ, ആ വചനം നമ്മളിൽ മാംസമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. ആൾക്കാർ വിചാരിക്കും എങ്ങനെ അത്ഭുതം നടക്കുന്നതെന്നുള്ളത്. അത് വചനം മാംസമാകുമ്പോഴാണ് നമ്മളിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പം ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഏത് വചനം വെച്ച് പ്രാർത്ഥിക്കണം? ഒരു വീട് പണിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഒരു ജോലി ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉള്ള ആൾക്കാർ, എനിക്ക് ക്ഷമിക്കാൻ സാധിക്കണം, അപ്പോൾ അവർ ഏത് വചനം ഉപയോഗിക്കണം? അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ സിറ്റുവേഷണൽ വേഴ്സസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1000-ന് മുകളിൽ വചനങ്ങൾ നമ്മൾ 100ഓളം സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളതിനെ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് കൂടുതലായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ എടുത്ത് നമുക്ക് ആ വചനങ്ങളൊക്കെ നമ്മൾ റിപ്പീറ്റായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ വചനം നമ്മുടെ ഉള്ളിൽ മാംസമാകും. ഇനി അടുത്തൊരു ഫെസിലിറ്റി റീഡിംഗ് പ്ലാനാണ്. അപ്പം നമുക്ക് പലപ്പോഴും പലർക്കും എനിക്ക് വചനം മുഴുവൻ വായിച്ചു തീർക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുകയോ അതിനുള്ള റിമൈൻഡർ കിട്ടുകയോ നമ്മൾ മറന്നുപോകും. നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മൾ മറന്നുപോകും. അല്ലെങ്കിൽ അതുപോലെ മോട്ടിവേറ്റഡ് ആയിരിക്കണം. അപ്പം നമുക്ക് ബൈബിൾ ഓൺ ആപ്പിൻ്റെ അകത്ത് നമുക്ക് റീഡിംഗ് പ്ലാനിൽ പോയി കഴിഞ്ഞാൽ 1 കൊല്ലം കൊണ്ട് വചനം വായിച്ചു തീർക്കാം, 6 മാസം കൊണ്ട് തീർക്കാം, 3 മാസം കൊണ്ട് തീർക്കാം, 33 ആഴ്ച കൊണ്ട് തീർക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് പ്ലാനുകളുണ്ട്. തീരെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയുള്ള 89 ദിവസത്തെ പ്ലാനുണ്ട്. അവർ ഒരു ദിവസം ഒരു അധ്യായം വെച്ച് വായിക്കുന്നു. അപ്പം അങ്ങനെ റീഡിംഗ് പ്ലാൻ എടുത്ത് നമുക്ക് മുഴുവൻ ബൈബിൾ വായിക്കണോ, അതോ എനിക്ക് പുതിയ നിയമം മാത്രം വായിച്ചാൽ മതിയോ, അതോ സുവിശേഷ ഭാഗങ്ങൾ മാത്രം വായിച്ചാൽ മതിയോ, ഇതൊക്കെ അനുസരിച്ചുള്ള പ്ലാനുകൾ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്കും വായിക്കാം, കൂട്ടമായിട്ടും വായിക്കാം. ഇപ്പം നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ബൈബിളിൻ്റെ അകത്ത് റീഡിംഗ് പ്ലാൻ എടുത്ത് കഴിയുമ്പോഴത്തേനും റീഡ് എലോൺ എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ റീഡ് എലോൺ ആണെങ്കിൽ നമുക്ക് തന്നെ ഇരുന്ന് വചനം വായിക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് നിശ്ചിത നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കാണും. നമ്മൾ എടുത്തേക്കുന്ന ഡ്യൂറേഷൻ അനുസരിച്ച് ഇപ്പോൾ നമുക്ക് 1 കൊല്ലം കൊണ്ടാണെങ്കിൽ നമുക്ക് 2 ചാപ്റ്ററോ 3 ചാപ്റ്ററോ ഒക്കെ വായിച്ചാൽ മതിയായിരിക്കും. പക്ഷേ 6 മാസം കൊണ്ടാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 6 ചാപ്റ്റർ 7 ചാപ്റ്ററൊക്കെ ഒരു ദിവസം വായിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ പ്ലാൻ അനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് അവർ വായിക്കുന്നു.
ഓരോ ദിവസത്തെയും ചാപ്റ്റർ അതാ ദിവസം വായിച്ച് തീർക്കുവാണെങ്കിൽ അവർക്കൊരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയൊരു ഒരു മോട്ടിവേഷനാണ്. ഇത് പല സൺഡേ സ്കൂളുകളും ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 ഭാഷകളിൽ ഇപ്പം വചന പ്രഘോഷണത്തിലെ മേഖലയിലൊക്കെ ഉള്ള ആൾക്കാർ, മിഷണറി ആയിട്ടുള്ള ആൾക്കാർ, വേറെ ഭാഷകളിലുള്ള സ്ഥലങ്ങളിൽ പോയി വചന പ്രഘോഷണം നടത്തുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടി പാരലൽ റീഡിങ് അല്ലെങ്കിൽ ഡ്യുവൽ ലാംഗ്വേജ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും ഒരേ സമയത്ത് എടുക്കാം, ഇംഗ്ലീഷും ഹിന്ദി എടുക്കാം, മലയാളവും ഹിന്ദിയും സെലക്ട് ചെയ്യാം. അപ്പം അവർക്ക് ഒരു വചനത്തിന് തന്നെ ഒരു ലൈന് ഇംഗ്ലീഷിലും വരുന്നു, ഒരു ലൈൻ ഹിന്ദിയിലും വരുന്നു. നമുക്ക് ആ ഭാഷ സെലക്ട് ചെയ്യാം, മാറ്റാം, വേറൊരു ഭാഷയിലോട്ട് മാറ്റാം. അപ്പം ഒരു വചനത്തിൻ്റെ വ്യാഖ്യാനം നമ്മുടെ തന്നെ നേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് കിട്ടുമ്പോൾ നമുക്കത് ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അത് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇനി പലപ്പോഴും പലരും കണ്ടിട്ടുണ്ട്, നമുക്ക് ആൾക്കാർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസ്റ്ററുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വചനം ഷെയർ ചെയ്യുന്നു, രാവിലെ എണീറ്റ് സ്റ്റാറ്റസ് ഇടുന്നു, അതുപോലെ തന്നെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പം എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ അവർക്കൊരു അവർക്ക് ചിലപ്പോൾ ഡിസൈൻ ചെയ്യാൻ അറിയത്ത് കാണത്തില്ല, അല്ലെങ്കിൽ അവരുടെ പരിചയത്തിലൊരു ഡിസൈനർ കാണത്തില്ല, അതിനുള്ളൊരു സാമ്പത്തികം കാണത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഇത് ബൈബിൾ ഓൺ ആപ്പിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വചനത്തിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് പിടിച്ച് കഴിഞ്ഞാൽ, ഒരു 2 സെക്കൻഡ്സ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇമേജ് ജനറേറ്റ് ആയിട്ട് വരും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഫെസിലിറ്റി. നമുക്ക് ആ കാണുന്ന ഇമേജ് ഇഷ്ടപ്പെട്ടില്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്യാനായിട്ട് താഴെ ഓപ്ഷൻസ് ഉണ്ട്. അത് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് നമുക്ക് അവിടെ വരുന്നു. ഇനി നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്ത് അത് ബാക്ക്ഗ്രൗണ്ട് ആക്കിക്കൊണ്ട് നമുക്കൊരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫോണ്ടും ടെക്സ്റ്റിൻ്റെ സ്റ്റൈലും എല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, ഭയങ്കര ഈസിയാണ്. അപ്പം എല്ലാവരെയും, ഏത് പ്രായത്തിലുള്ള ആൾക്കാരെയും, എത്ര ടെക്നിക്കൽ സ്കില്ലെടുത്ത ആൾക്കാരെയും ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ വചനപ്രഘോഷത്തിന് വേണ്ടി ക്രിയേറ്റീവ് ആക്കുക എന്നുള്ളൊരു ആശയം കൂടെ ഈ ആപ്പിൻ്റെ പുറകിലുണ്ട്. നിങ്ങളെല്ലാവരും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, പ്രായമുള്ള ആൾക്കാർക്ക് അവർക്കിതൊന്നും ചിലപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ടോ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടോ ഒന്നും സാധിച്ചെന്ന് വരത്തില്ല. പക്ഷേ ഒരിക്കലും ഇത് ഇൻസ്റ്റാളായി കിട്ടി ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒത്തിരി പ്രായമുള്ള ആൾക്കാരൊക്കെ വാട്സാപ്പൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കാണുന്നില്ല നമ്മൾ. അത് ആരെങ്കിലും അവർക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു, ഒരു പ്രാവശ്യം ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ, പ്രായമുള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, അയൽവക്കത്തുണ്ടെങ്കിൽ, അടുത്ത് കൂട്ടായ്മയിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് പോയി ഈ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്കും ഒരു ഡിജിറ്റൽ മിഷണറി ആകാം. ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷത്തിന് വേണ്ടി ദൈവവചനം കൂടുതൽ ആൾക്കാരോട് എത്തിക്കാനായിട്ടും നിങ്ങൾക്കും അതൊരു വലിയ ഒരു മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാം. ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരനാണ്, വീട്ടുപേര് വടക്കയിൽ. എൻ്റെ പപ്പ ഫിലിപ്പോസ് വീട്ടി. പപ്പ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, PWDയിൽ എഞ്ചിനീയർ ആയിരുന്നു, റിട്ടയറായി. ഇപ്പം പപ്പ ഒത്തിരി രൂപതകൾക്കും പള്ളികൾക്കൊക്കെ വേണ്ടി സേവനം ചെയ്യുന്നു. അവരുടെയൊക്കെ കെട്ടിടങ്ങൾ പണിയാനായിട്ടും പള്ളികൾ പണിയാനായിട്ടൊക്കെ അവരെ ഗൈഡ് ചെയ്യുന്നു, കൺസൾട്ട് ചെയ്യുന്നു, അവരെ സഹായിക്കുന്നുണ്ട്. അമ്മ റിട്ടയർഡ് ടീച്ചറാണ്. ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ തന്നെ പല സ്കൂളുകളിലാണ് അമ്മ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 3 സഹോദരങ്ങളാണ്, ഒരനിയൻ, 2 സഹോദരിമാർ. അവരെല്ലാം അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നല്ല രീതിയിൽ അവർ മുമ്പോട്ട് പോകുന്നു. കർത്താവ് അവരെ മുമ്പോട്ട് നയിക്കുന്നു. ഇതാണ് എൻ്റെ ഈശോ തന്ന കുടുംബം. ഇത് വൈഫ് ഡോക്ടർ മിനു, മൂത്ത മകള് സാറ, രണ്ടാമത്തെ ആള് മരിയ, ഇത് മൂന്നാമത്തവൻ ഫിലിപ്പ്. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മേലൂരിൽ അസിസ്റ്റൻറ്റ് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ബൈബിൾ ഓൺ ആപ്പ് വീട്ടിൽ ഫുൾ ടൈം പ്ലേ ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഫുൾ ടൈം വീട്ടിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്കെല്ലാം അതൊരു മോട്ടിവേഷനാണ്. അപ്പോൾ അവരും അത് വീട്ടിൽ ഞങ്ങൾ കണ്ടിട്ട് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മോള് ബൈബിൾ ഓണിൽ ആപ്പ് വെച്ചിട്ട് എല്ലാ ദിവസവും രാത്രി വായിക്കുന്നുണ്ട്. ഒരു അധ്യായം വെച്ച് ഡെയിലി വായിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും രാത്രി വായിക്കാറുണ്ട് 1 ചാപ്റ്റർ. അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും എല്ലാ ദിവസവും. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനമായി യേശു നൽകിയ തിരുവചനങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ, അത് വായിക്കാനും ശ്രവിക്കാനുമുള്ള വളരെ സൗകര്യപ്രദമായ ബൈബിൾ ആപ്ലിക്കേഷനാണ് ബൈബിൾ ഓൺ. ഞാൻ ഇത് എൻ്റെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്കിത് വളരെ സൗകര്യപ്രദമായിട്ട് തന്നെ എനിക്ക് മനസ്സിലായി.
ഇത് വായിച്ചാൽ ഇത് വരുന്നു. അത് കഴിഞ്ഞ് ഉടനെ അതിൽ ഭാഷ തിരഞ്ഞെടുക്കാം. ശ്രവിക്കണമോ വായിക്കണമോ, ഇത് രണ്ടും കൂടി വേണമോ എന്ന് നോക്കാം. അതനുസരിച്ച് പാരലായിട്ട് വിവിധ ഭാഷകളിൽ വേണമെങ്കിലും ആകാം. അങ്ങനെ വളരെ സൗകര്യപ്രദമായ ഈ ബൈബിൾ ഓൺ എല്ലാവർക്കും പരിചയപ്പെടുത്തുക മാത്രമല്ല, അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനും ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. തിരുവചനം വഴി യേശുവിൻ്റെ രക്ഷ മനസ്സിലാക്കാൻ, അത് സംലഭ്യമാകാൻ ദൈവം ഇത് വായിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഒരു ആഗ്രഹം 2033 2000 ഭാഷകളിൽ ലോകം മുഴുവനുള്ള ആൾക്കാർക്ക്, ഏകദേശം 1 കോടിയോളം ആൾക്കാർ ഒരേ സമയത്ത് ഈശോയുടെ വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആപ്പാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വലിയൊരു ആഗ്രഹം. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇപ്പം ഞങ്ങളുടെ കൂടെ ഈശോ കൂട്ടിച്ചേർത്തു. അപ്പം ഇനിയും ഒത്തിരി ആൾക്കാരെ കൂട്ടിച്ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം ഞങ്ങളുടെ ബൈബിൾ ഓണിനെ കുറിച്ചുള്ള ഒരു പ്ലാന്.